പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ സംസാരിക്കും. നേരത്തെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണയുടെ മികച്ച ദൃഷ്ടാന്തം എന്ന് സൂചിപ്പിക്കുന്നു മുഖ്യമന്ത്രി. അതുപോലെ ആ പദ്ധതി രാജ്യത്തിന് ഏതു തരത്തിൽ വികസനത്തിന് കുതിപ്പേകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ആത്മവിശ്വാസം, ഒരു ആശംസ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഈ പദ്ധതികളുടെ പ്രത്യേകത എന്താണ്? വലിയ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ആ വേദിയിൽ ഉണ്ടാകാനുള്ള സാധ്യത, ഈ നിലവിലെ പദ്ധതികൾക്കപ്പുറത്തേക്ക് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ടോ വിജയകുമാർ? റിജിത്ത്, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരു വേദിയിൽ, ഒരു വികസന പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്ന ഒരു വേദിയിൽ ഇരുവരും എത്തുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഈ വികസനവുമായി ബന്ധപ്പെട്ട് ഇരുഭാഗത്തും, അതായത് കേന്ദ്രത്തിനും കേരളത്തിനുമുള്ള ഭിന്നാഭിപ്രായങ്ങൾ, അക്കാര്യത്തിൽ കേന്ദ്രത്തിനെതിരെ കേരളം ഉയർത്തുന്ന വലിയ വിമർശനങ്ങൾ, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരു വേദിയിലേക്ക് വരുമ്പോൾ അവിടെ എന്തെങ്കിലും കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും എന്നതായിരുന്നു നമ്മൾ കരുതിയത്. പക്ഷേ മുഖ്യമന്ത്രി വളരെ ആ സദസ്സിൻ്റെ ഭാഗമായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറായില്ല. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും കേരള പൊതുമേഖലാ സ്ഥാപനങ്ങളും യോജിച്ച് വികസന പദ്ധതികളിൽ പങ്കാളികളാകുന്നതിൻ്റെ സാഹചര്യം മാത്രമേ പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞുള്ളൂ. അത് ചന്ദ്രയാൻ 3ന്റെ കാര്യമാണെങ്കിലും, ഷിപ്പ്യാർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആദിത്യ L1 പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും, ISROയുടെ പൊതുവായ പദ്ധതികളുടെ കാര്യത്തിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ MSME യൂണിറ്റുകളൊക്കെ നടത്തുന്ന പങ്കാളിത്തം സംബന്ധിച്ച് മാത്രമേ മുഖ്യമന്ത്രി ആ വേദിയിൽ സൂചിപ്പിച്ചിട്ടുള്ളൂ എന്നതൊരു കൗതുകമാണ്. ഹ്രസ്വമായ പ്രസംഗമായിരുന്നു. അദ്ദേഹം കടുത്ത കേന്ദ്ര വിമർശനമൊക്കെ രാഷ്ട്രീയ വേദികളിൽ ഉന്നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ്. കേന്ദ്രവിരുദ്ധ സമരത്തിന് ഡൽഹിയിൽ പോകുന്നതിന് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രിയുമായി ഒരു വേദി പങ്കിടുമ്പോൾ ആ നിലയ്ക്ക് എന്തെങ്കിലും വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കരുതി. പക്ഷേ മേക്ക് ഇൻ കേരള എന്നത് അത് രാജ്യത്തിന്റെ ആകെ വികസനത്തിന് മേക്ക് ഇൻ കേരള വഹിക്കുന്ന പങ്കിനെ പറ്റി പറഞ്ഞു തുടങ്ങിയെങ്കിലും അദ്ദേഹം മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാതെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. നമ്മൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രതീക്ഷിക്കുന്നത് കൊച്ചി കപ്പൽശാലയിൽ പുതിയ പ്രോജക്റ്റിന്, അതായത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ ഒരു വലിയ നാഴികക്കല്ലായ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണം കൊച്ചി കപ്പൽശാല വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. അതിന് ചുവട് പിടിച്ച് കൂടുതൽ പ്രതിരോധ ഇടപാടുകൾ, പ്രതിരോധ ഓർഡറുകൾ കൊച്ചി കപ്പൽശാലയ്ക്ക് ലഭിക്കുമെന്നാണ് പൊതുവെ കരുതുന്നത്. ആ നിലയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ വേദിയിൽ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. കാരണം കൊച്ചി കപ്പൽശാല ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. അതിൻ്റെ മൂല്യമൊക്കെ ഓഹരി വിപണിയിലെ മൂല്യമൊക്കെ നാൾക്കുനാൾ കുതിച്ചു വരികയാണ്. കൂടുതൽ പ്രതിരോധ ഇടപാടുകൾ കപ്പൽശാലയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാജ്യത്തെ എണ്ണപ്പെട്ട ഒരു കപ്പൽശാലയായി ഇതിനോടകം കൊച്ചി കപ്പൽശാല ഈ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണത്തോടെ മാറുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതിരോധ ഓർഡറുകൾ കപ്പൽശാലയ്ക്ക് ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഒരുപക്ഷെ അത്തരം പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ വേദിയിൽ പ്രതീക്ഷിക്കാം. റിജിത്ത്, അതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. ശരി, എസ് വിജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ 4000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരും ഉണ്ട്. ഗവർണറും സർക്കാരും തമ്മിലൊക്കെയുള്ള പോരിനിടെ ഗവർണറും മുഖ്യമന്ത്രിയും വീണ്ടും ഒരു വേദിയിലെത്തുന്നു. കേന്ദ്ര വിമർശനത്തിനിടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരു വേദിയിൽ എത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഒക്കെ അവിടെയുണ്ട്. മുഖ്യമന്ത്രി അല്പസമയം മുമ്പാണ് സംസാരിച്ചത്. പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നു മുഖ്യമന്ത്രി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം എന്ന് പ്രതികരിക്കുന്നു മുഖ്യമന്ത്രി. അതുപോലെ രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണ, അതിനെ ചൂണ്ടിക്കാട്ടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സംസാരിക്കും. 4000 കോടി രൂപയുടെ പദ്ധതികളാണ് നാടിന് സമർപ്പിക്കാൻ പോകുന്നത്. കൂടുതൽ ഓർഡറുകൾ ഷിപ്പ്യാർഡിന് ലഭിക്കുമോ എന്നതടക്കമുള്ള എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ പ്രസംഗത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. രാവിലെ ഗുരുവായൂരിൽ, പിന്നീട് തൃപ്രയാറിൽ സന്ദർശനം നടത്തിയതിന് ശേഷം വീണ്ടും കൊച്ചിയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയായിരുന്നു. അതിനുശേഷം ഈ ഷിപ്പ്യാർഡിലെ പരിപാടിക്ക് ശേഷം BJPയുടെ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പടക്കം അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം മോദിയുടെ സന്ദർശനത്തിന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മോദിയുടെ പ്രസംഗത്തിലുണ്ടാവുക എന്നുള്ളതെല്ലാവരും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുകയാണ്. ഷിപ്പ്യാർഡിലെ വേദിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കാൻ പോകുന്നു. പുതിയ ഡ്രൈഡോക്കും അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും രാജ്യത്തിന് സ്വന്തമാകാൻ പോകുന്നു. മറൈൻ ഡ്രൈവിൽ BJPയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കാൻ പോകുന്നു.